നമ്മളിൽ പലർക്കും ടിൻഡർ വഴി ഒത്തിരി കണക്ഷൻസ് കിട്ടും, ചിലർക്ക് ബംബിൾ വഴിയും. പക്ഷേ ഇതിന്റെ ഓണേഴ്സ് തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. ഇവർ തമ്മിലും ബ്രേക്കപ്പ്, പാച്ചപ്പ്, റിവെഞ്ച് സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് ഫണ്ണിയും ഇൻട്രസ്റ്റും ആയിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ബംബിൾ ആപ്പിന്റെ സക്സസിന്റെ പിന്നിലും ഒരു ബ്രേക്കപ്പ് സ്റ്റോറി ഉണ്ട്. 22 വയസ്സുകാരിയായ വിറ്റ്നി ലോസ് ആഞ്ചൽസിലെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററിൽ ചേർന്നു. അവിടെ ഒരു ചെറിയ ടീം ഡേറ്റിംഗ് ആപ്പ് നിർമ്മിക്കുകയായിരുന്നു. ആ ആപ്പിന് ടിൻഡർ എന്ന പേര് സജസ്റ്റ് ചെയ്തതും സ്വൈപ്പ് ലെഫ്റ്റ് സ്വൈപ്പ് റൈറ്റ് ഫീച്ചർ കൊണ്ടുവന്നതൊക്കെ വിറ്റ്നി ആയിരുന്നു. ടിൻഡറിന്റെ ഗ്രോത്ത് പെട്ടെന്നായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഡൗൺലോഡഡ് ആപ്സിൽ ഒന്നായി മാറി. ഇനിയുള്ള പാർട്ടാണ് മെയിൻ. ഇതിന്റെ പിന്നിൽ വിറ്റ്നി ഒരു കോ ഫൗണ്ടറുമായി ബ്രേക്കപ്പ് ആയി. 2014 വിറ്റ്നി ടിൻഡറിനെതിരെ സെക്ഷൽ ഹരാസ്മെന്റ് കേസൊക്കെ കൊടുത്തു. പിന്നീട് സെറ്റിൽമെന്റ് നടത്തി വിറ്റ്നി കമ്പനി വിട്ടു. പിന്നീട് വിറ്റ്നി ബംബിൾ എന്ന ആപ്പ് ലോഞ്ച് ചെയ്തു. അവിടെ വുമൺ ആണ് ഫസ്റ്റ് മൂവ് ചെയ്യേണ്ടത്. ഇന്ന് ബംബിൾ $multi-billion കമ്പനിയാണ്. വിറ്റ്നി വെറും 31 വയസ്സിൽ ലോകത്തിലെ യങ്ങസ്റ്റ് സെൽഫ് മെയ്ഡ് ഫീമെയിൽ ബില്യണയർ ആയി മാറി.